Fields are made to run, stars are made for counting, and for wishes coming true. Sleep is made for dreaming, and I have dreams for you. May you never lose the wonder in your soul. May you always have a blanket for the cold. May the living light inside you be the compass as you go. May you always know you have my hand to hold. Stones are made for skipping, stories made to tell. Life is made for living, I pray you live it well. Learning comes from trying, so don't be afraid to lose. Songs are made for singing, I'll sing this one for you. May you never lose the wonder in your soul. May you always have a blanket for the cold. May the living light inside you be the compass as you go. May you always know you have my hand to hold. May the good Lord bless and keep you, fill you with His peace. His face will shine upon you, even as you sleep. Every day you're changing, sometimes I wish it wasn't true. Hearts are made for giving, I've given mine to you. May you never lose the wonder in your soul. May you always have a blanket for the cold. May the living light inside you be the compass as you go. May you always know you have my hand to hold. May you always know you have my hand to hold. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം ഉയർവാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുർബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്നേഹസ്വരൂപനായ ദൈവമേ, ഞങ്ങളുടെ വിരുദ്ധരെ പ്രത്യേകമായി സമർപ്പിക്കുന്ന ഈ സായങ്കാലം പ്രത്യേകമായി ഞങ്ങളെ നിന്റെ വിശ്വാസം സ്വീകരിക്കുവാനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിന്റെ ആശീർവാദവും അനുഗ്രഹവും അവരുടെ മേൽ ധാരാളമായി ഉണ്ടാകണമേ. നിന്റെ നിലനിൽക്കണമേ. നിന്റെ സാന്നിധ്യത്താൽ അവർക്ക് ശക്തി പകരണമേ. കർത്താവേ, അവരുടെ ജീവിതം മുഴുവൻ നിന്റെ മുമ്പിൽ സന്തോഷപൂർവ്വം നിർവഹിക്കുന്നതിനും നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും നന്മയിൽ പടരുന്നതിനും അവരെ ശക്തരാക്കണമേ. വിവേകത്തിലും വിജ്ഞാനത്തിലും അവരെ കാത്തുകൊള്ളണമേ. കർത്താവെ, അവരെ ആരോഗ്യത്തിലും അതുപോലെ തന്നെ അവരുടെ ജീവിത യാത്രയിലും അങ്ങ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കുന്നമാറാകണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
Sweeter in the morning when I look at your face, I love you. Oh, my little daughter, you're the meaning of grace, I love you. And I'm like, ooh, take a little piece of my heart. Talking in your sleep, I wonder what you're dreaming up, dear. And if the world don't keep you warm, there's a blanket of stars above here. And I'm like, oh, take another little piece of my heart. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ ചേർക്കുകയും പ്രസാദിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താൽ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച് പിതാവിനെ അങ്ങ് വിളിക്കുവാൻ ഈ ശിശുക്കളെ അനുഗ്രഹിക്കണമേ. ഈ ഉദാസ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും കാട്ടുവിദ്യയിൽ നടക്കുന്ന ഭഗവാനെ പോലെ കർത്താവേ ഞാൻ അങ്ങേ തേടുന്നു. ജലത്താലും ആത്മാവിനാൽ ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എനിക്ക് എപ്പോൾ അങ്ങയുടെ മുഖം ദർശിക്കാനാകും? അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തോടെ ഞാൻ ദൈവഭവനത്തിൽ പ്രവേശിക്കും. സ്തുതികീർത്തനങ്ങൾ കേട്ട് അനേകർ ആനന്ദിക്കും. പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനെ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കരുണയാൽ മാമോദീസായിലൂടെ പാപകരങ്ങൾ കഴുകി ഈ ശിശുക്കൾ പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗഖിക ശരീരത്തിലെ അപേക്ഷമായി തീരുന്ന ഈ ദാസികളുടെ മേൽ കൃപയുടെ ഉദാസയുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായ വളരുവാനിടയാകട്ടെ. ഈ ദാസത്തെ പ്രതി ഈ ദാസയുടെ മേൽ ദാസനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതയാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? മിശിഹായെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അച്ചു മുദ്രിതയായിരിക്കുന്നു. ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനു മുദ്രിതയായിരിക്കുന്നു.
രക്ഷിതാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സുപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അർഹനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത് വിധപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പൗലോസിലെ ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായം 26-29 വാക്യങ്ങളായി ഈശോ വിശ്വാസമായി എല്ലാവരും ദൈവമക്കളാണ്. എന്നാൽ മിശിഹായിലേക്ക് മാമോദിസ സ്വീകരിക്കണമെങ്കിൽ മിശിഹായെ ധരിച്ചിരിക്കുന്നു. എപ്പോഴും നിന്നോ ദൈവമെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും ഈശോ മിശിഹായിലുള്ളതാണ്. നിങ്ങൾ മിശിഹായിലുള്ളവരാണെങ്കിൽ അവകാശത്തിന് സന്തതരായ വാഗ്ദാനമനുസരിച്ചുള്ള അവകാശങ്ങളുമാണ്. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും അങ്ങ് ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ഈശോ
നിക്കോദേമോസിനോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ഈശോയോട് ചോദിച്ചു, പ്രായമായ ഒരു മനുഷ്യന് എങ്ങനെ ജനിക്കുവാൻ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? ഈശോ പ്രതികരിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കൽ മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏത് വ്യക്തിയും. ഈ മനോഹരമായ ദേവാലയത്തിൽ നമ്മൾ കൂടിയിരിക്കുന്നതിന് കാരണം എന്താണ്? നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുമക്കൾ അച്ചു മനു തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ ഒരു മംഗള കർമ്മത്തിന് പ്രവേശിക്കുകയാണ്. ജ്ഞാനസ്നാനം എന്ന ദിവ്യകൂദാശ സ്വീകരിച്ചുകൊണ്ട് അവർ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിന്റെ അംഗങ്ങളായി തീരുകയാണ്. ഈ ലോകത്തിൽ മനുഷ്യരായി ജനിക്കുന്ന നാം ദൈവമക്കളായി ജനിക്കുന്ന മുഹൂർത്തമാണ് മാമോദീസായുടെ മുഹൂർത്തം എന്ന് പറയുന്നത്. ഏതാനും വർഷങ്ങളായി നമ്മുടെ പാരമ്പര്യമനുസരിച്ച് നാം ഈ കൂദാശ മറ്റു രണ്ട് കൂദാശകളോട് ഒന്നിച്ചു ചേർത്തുകൊണ്ട് പ്രാഥമിക കൂദാശകളായി നാം പരികർമ്മം ചെയ്യുകയാണ്. ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയും. ഈ മൂന്ന് പ്രാഥമിക കൂദാശകളും ഈ കുഞ്ഞുമക്കൾ അച്ചു മനുവും ഇന്നിവിടെ സ്വീകരിക്കുകയാണ്. അവരെ ജനിപ്പിച്ച മാതാപിതാക്കളും അവർക്ക് തലതൊട്ടപ്പനും തലതൊട്ടപ്പയുമായി വന്നിരിക്കുന്നവരും അവരുടെ ഈ വിശ്വാസ വളർച്ചയിൽ മുന്നോട്ടുള്ള അവരുടെ പുരോഗതിയിൽ അവർക്ക് പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടതായ പരിശീലനവും വിദ്യാഭ്യാസവും ഒക്കെ നൽകുന്നതായിരിക്കും. നമുക്കറിയാം, ഓരോ വ്യക്തിയും ജനിച്ച് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ വളർച്ചയിൽ ഭൗതികമായ വളർച്ചയേക്കാൾ ഉപരിയായി ആധ്യാത്മികവും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരവും ആയ വളർച്ചയിൽ അവരെ പരിരക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ അവരുടെ തലതൊട്ടപ്പൻ്റെയും ഒക്കെ ഉത്തരവാദിത്വമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നതായ ആ വലിയ ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ മക്കളെ വിശ്വാസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മുഹൂർത്തത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ ഏറ്റെടുക്കാൻ പോകുന്ന ആ വിശ്വാസ ജീവിതം, അവർ ഏറ്റെടുക്കുന്ന ക്രിസ്തീയ യാത്ര, അത് അതിൻ്റെ പരിപൂർണതയിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയും അനുഗ്രഹവും നിറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ അവർക്ക് സാധിക്കുമാറാകട്ടെ. അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം അവരെ വിവേകത്തിലും വിജ്ഞാനത്തിലും അതിലുപരി ദൈവിക ജ്ഞാനത്തിലും വളർന്നു വരുവാൻ അവരുടെ ഈ വിശ്വാസം അവരെ സഹായിക്കുക തന്നെ ചെയ്യും. ആകയാൽ ഈ സായങ്കാലം നമുക്ക് അവർക്ക് വേണ്ടി ചെലവഴിക്കാം. ഈ ദിവ്യബലിയിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഭാവിയിൽ ഈ മക്കൾ ഈ കുടുംബത്തിന് അത്താണിയായി, ഈ സമൂഹത്തിന് അവർ എന്നും പ്രചോദനമായി അങ്ങനെ ക്രിസ്തുവിനെ സാക്ഷ്യം കൽപ്പിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ നമുക്ക് അവരെ ദൈവസമക്ഷം സമർപ്പിക്കുകയും അവർക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ പ്രാർത്ഥനമേ, ഭൂമിയിൽ സ്വർഗ്ഗരാജ്യം സ്ഥാപിക്കുവാൻ
നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരാലയത്തിൽ ഒന്നിച്ചിരുന്ന നിന്റെ രക്ഷാകൃതിയും വിവേകം സംജാതമാകട്ടെ. ഞങ്ങൾ ചെയ്യുന്ന മനുഷ്യന്റെ ചൈതന്യത്തിൽ ഈ ശിശുക്കൾക്ക് ജീവിതത്തിലേക്കുള്ള പാഠമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥായനീക്കും. നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ വിജയനായ ഈ ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. മാമോദീസ നൽകുക ശിഷ്യന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ ഉദാസനെ ഭാവിയിൽ പരികരണം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥായനേക്കും. നമ്മുടെ കർത്താവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവർക്കും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്വാമിയിൽ വന്ന് ഈ ശൈലത്തിൽ ആവശ്യിച്ച് ഇതിനെ ആശീർവദിക്കുമാറാകട്ടെ. വിശുകാരുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉയർപ്പിന്റെയും പ്രതീകമായ മാമോദീസായുടെ പരികരണത്തിനായി ആരാധ്യമായ ദൈവത്തിന്റെ നാമത്തിൽ ഈ ശൈലം പൗത്രീകരിക്കപ്പെടട്ടെ. ഈ ശൈലം ഞങ്ങളുടെ ജീവന്റെ അടയാളമായി തീരട്ടെ. ഞങ്ങളുടെ ഞങ്ങളുടെ പൂർത്തീകരിക്കപ്പെടുന്ന മാമോദീസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധിയും സ്വന്ത സൗഭാഗ്യവും അവിടുത്തെ പൗരോഹിത്യത്വം ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിന് സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും വിശുദ്ധീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ പൗത്രീകരിക്കപ്പെട്ട ഈ കൈകൊണ്ട് അക്ഷിഷ്ടരാകുന്ന അങ്ങയുടെ ദാസനെ ശിവായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാക്കുവാനും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാകുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വന്നവരെ സ്പർശിച്ചവനും മനുഷ്യപ്രകൃതിയെ സ്വീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവശ്യിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഈ പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ ധൈര്യത്തോടെ കടക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ ധൈര്യം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അച്ചു വിശുദ്ധ ധൈര്യം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുമം മാമോദീസ കൊടുക്കപ്പെടുന്നു. നമ്മുടെ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. വിശ്വാസങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവദായകമായ ഈ ദാസൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന അംഗീകാരവും ശത്രുവിന്റെ എല്ലാ പുത്രനിൽ നിന്നും ഈ ദാസനെ സംരക്ഷിക്കട്ടെ. ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഈ ദാസനെ ഇടയാകുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെയും അടയാളമായി അച്ചു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ഇത് സൗഭാഗ്യത്തിന്റെയും അടയാളമായി അന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ വാഗ്ദാനം ഈ ദാസനിൽ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഈ മക്കളെ മിശിഹായുടെ കൂട്ടവകാശികളും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നരുമായി ആക്കിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദാസ സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
വേദസാക്ഷികളുടെയും സർവ്വവിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവ മധ്യസ്ഥരായ എസ്തഫാനോസിന്റെയും പ്രാർത്ഥന ഈ ശിശുക്കളെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുക്കളുടെ നാമത്തിന് കാരണഭൂതരായ വിശുദ്ധരുടെ മാതൃക ഈ ദാസർക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായനേക്കും മാമുദീസായിലൂടെ ദൈവം നമ്മുടെ മതിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്തരായി ജീവിക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നിങ്ങൾ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീര പ്രേക്ഷിതരായി തീരട്ടെ. നിങ്ങൾ സ്വീകരിച്ച മിശിഹായുടെ ശരീര രക്തങ്ങൾ നിത്യജീവിതത്തിനും അച്ചാരമായി ഭവിക്കട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ ശബ്ദ സൗഭാഗ്യത്തിനും അവകാശികളായിത്തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവനമാകുകയുമായി തീരുവാൻ ദൈവം നിങ്ങളെ യോഗ്യരാക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I've heard people talk of this thing called love. It's something that I never knew. The twisting and turning song in my head sounds like hallelujah. And I feel like I'm falling. I don't know what to do. It's like waves on the ocean, over and over, pulling me closer. And all through the windows it feels like sun breaking and soldering through every wall that stood so tall. What have I gotten into?
പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സും സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കടങ്ങളിൽ പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് സ്നേഹസമ്പന്നനായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ സായങ്കാലം ഈ മഹോന്നതമായ ഈ നിമിഷത്തിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിലേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരായ ഈ കുഞ്ഞുമക്കളെ നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അവർ ഇന്ന് മുതൽ നിന്റെ ഭൗതിക ശരീരത്തിൻ്റെ അംഗങ്ങളായി വിശ്വാസം സ്വീകരിച്ച് നിന്റെ ഒരു അനുഭവ മക്കളായി വളരുവാനായിട്ട് അവർ കാത്തിരിക്കുന്നു. കർത്താവെ, അവരെ നീ അനുഗ്രഹിക്കണമേ, നീ പരിപാലിക്കണമേ. നിന്റെ കൃപാവനം അവരുടെ മേൽ ധാരാളമായി കൊടുക്കണമേ. അങ്ങനെ അച്ഛവും അനുവും ഇന്നു മുതൽ നിന്റെ അനുഭവ മക്കളായി ജീവിച്ച് നിന്റെ പ്രിയപ്പെട്ടവരായി വളരുവാൻ അവരെ നീ അനുഗ്രഹിച്ച് പരിപാലിക്കുമാറാകണമേ. പരിശുദ്ധാത്മേ, നിന്റെ മാധ്യസ്ഥവും ശക്തിയും അവരുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ. നിന്റെ കരുണാകടാക്ഷം അവരുടെ മേൽ എപ്പോഴും ചൊരിയണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വന്നു നിറഞ്ഞ സ്ത്രീകർത്താവുകളെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. എല്ലാ അനുഗ്രഹങ്ങളുടെയും കാലാവായ ദൈവമേ, നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആശീർവദിക്കുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവും സഹവാസവും നാം എല്ലാവർക്കും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. This is where our dreams begin. Cause we were born believers, and we were all once dreamers, looking towards the sky. Right now, this is when the time is, this is where it happens, where it all begins. This is where our dreams begin.
Thank you.